എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഡൈനാമോ എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഗ്രൂപ്പല്ല, ഒരു കുറച്ചധികം ഡക്ട് ആക്സസറീസ് ഇതിപ്പോൾ നമ്മൾ ബാലൻസിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നിനും ഓരോ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു പ്രൊജക്ട് പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡക്ട് ആക്സസറി ID. അപ്പോൾ ഇത് എല്ലാത്തിനും കണ്ടിന്യൂസ് ആയ ആക്സസറി IDs കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതിന് 1, ഇതിന് 2, 3, 4, 5 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആക്സസറി ID ഇതിൽ ഈ ആക്സസറി ID പാരാമീറ്ററിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമ്മൾ എലമെന്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനായിട്ട് സെലക്ഷനിൽ പോകുന്നു. സെലക്ട് മോഡൽ എലമെന്റ്സ് സെലക്ട് ചെയ്യുക. നമ്മൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മോഡൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാരാമീറ്റർ സെറ്റ് ചെയ്യാനായിട്ടുള്ള നോഡ് ഏതാണ് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഏതാണ്? സെറ്റ് പാരാമീറ്റർ. വാല്യൂ ബൈ നെയിം. ഇതാണ്. ഇതല്ല, അത് ഫാമിലി ഡോക്യുമെന്റ് ആണ്. സെറ്റ് പാരാമീറ്റർ ബൈ നെയിം. ഇതിൽ നമുക്ക് എലമെന്റ്സ് ഇത് മനസ്സിലായി. ഇനി പാരാമീറ്റർ നെയിം നമ്മൾ സ്ട്രിംഗ് നോഡ് വയ്ക്കുന്നു. സ്ട്രിംഗ് ഇതിലേതാണ്? പാരാമീറ്റർ ഡക്ട് ആക്സസറി ID. അത് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അറിയാൻ വേണ്ടിയിട്ട്. ഇനി വാല്യൂ ഇപ്പോൾ നമ്മൾ 1 എന്നാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊടുക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മളിപ്പോൾ സ്ട്രിങ്ങിൽ തന്നെ നമ്മൾ ഒരു 1 കൊടുത്തു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ പാരാമീറ്റർ ഫൗണ്ട് ബൈ ദാറ്റ് നെയിം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ഡക്ട് ACC. ഓക്കെ, ഇപ്പം എല്ലാത്തിനും 1 എന്ന് പറഞ്ഞ ഇതായിരിക്കും ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവാം. ഡക്ട് ആക്സസറി ID 1 1 1 1. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് കണ്ടിന്യൂസ് നമ്പർ വേണ്ടത്. 1 2 3 4 5 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് നമ്പർ വേണ്ടത്. അത് എങ്ങനെയാണെന്ന് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കും? റേഞ്ച് എന്ന് പറഞ്ഞ നോഡ് വെച്ചിട്ട് റേഞ്ച്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് നമ്പർ ഉണ്ട്, എൻഡ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് സ്റ്റാർട്ട് നമ്പർ നമ്മൾ കൊടുക്കണം? 1 തൊട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ 1 എന്നുള്ള നമ്പർ സ്റ്റാർട്ട് നമ്പർ. കോഡ് ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത് 1. പിന്നെ എൻഡ് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് എങ്ങനെ എടുക്കണം? പിന്നെ സ്റ്റെപ്പ് 1. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ആയി, സ്റ്റെപ്പും ആയി. ഇനി എത്ര എണ്ണം വേണം എന്നുള്ളത് അറിയാൻ, ഇത് ഡിഫോൾട്ടായിട്ട് 9 കിടക്കുന്നത്, അതുകൊണ്ടാണ് 9 വാല്യൂ വന്നത്. പക്ഷെ നമുക്കപ്പോൾ ഇതിൻ്റെ എണ്ണം എത്രയാണെന്നുള്ളത് അറിയണം. എണ്ണം എത്രയാണെന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ കൗണ്ട് ലിസ്റ്റ് ഡോട്ട് കൗണ്ട് എന്ന നോഡ് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എത്ര എണ്ണമാണ്. ഇപ്പം 24 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 24 എണ്ണം ആണ് നമുക്ക് എൻഡ് 24 നമ്പറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 24 നമ്പേഴ്സ്.
ഇനി നമ്മൾ ഈ ലിസ്റ്റ് നമ്മൾ ഈ വാല്യൂലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എറർ എന്താണ്? ദ പാരാമീറ്റർ സ്റ്റോറേജ് ടൈപ്പ് ഈസ് നോട്ട് എ നമ്പർ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഇതെന്ന് പറയുന്നത് സ്ട്രിംഗ് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഡാറ്റ ആക്സസറി ഐ ഡി ടെക്സ്റ്റ് ആണ്, അപ്പോൾ സ്ട്രിംഗ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇൻറ്റിജർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇൻറ്റിജറിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒബ്ജക്റ്റിനെ സ്ട്രിംഗ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള നോഡാണ് ഒബ്ജക്റ്റ് ഡോട്ട് സ്ട്രിംഗ്. ഇല്ല, നമ്മൾ ലിസ്റ്റിൽ പോകുന്നു. സോറി, ലിസ്റ്റിലല്ല, സ്ട്രിങ്ങിൽ ജനറേറ്ററിലല്ല, എക്സ്പെക്ട് ഇതില് സോറി, ഇതിലല്ല, സ്ട്രിങ് എവിടെയാണോ? ഇതല്ല, സ്ട്രിങ് ഫ്രം ഒബ്ജക്റ്റ്. ഇതാ, എല്ലാം സ്ട്രിങ് ആയി മാറി. ഇനി നമ്മൾ വാല്യൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാല്യൂം ഓരോന്നിൽ നമ്മൾ പാരാമീറ്ററിൽ കയറി വന്നല്ലോ. അത് നോക്കി കഴിഞ്ഞാൽ ഡാറ്റ ആക്സസറി ഐ ഡി 23, 24 ഈ അറ്റത്താണ് നമ്മൾ വെച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് 11, 8, 6, 5, 2, 1 ഉണ്ടോ? അപ്പോൾ 1 തൊട്ട് ഇവിടുന്ന് 1, 2, 5, 7, 6, 9, 10 ഇങ്ങനെ പോകുന്നു. നമ്മൾ ഈ അറ്റത്തെത്തുമ്പോൾ 23, 21, 24. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കണ്ടിന്യൂസ് നമ്പർ നമ്മൾ ഒരു പാരാമീറ്ററിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 24 നമ്പർ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അഡീഷണൽ നമുക്കൊരു 24 തൊട്ട് അല്ലെങ്കിൽ നമുക്ക് 100 തൊട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് നമ്പർ ഇതിന് സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിംഗ് നമ്പർ നമുക്കിപ്പോൾ 100 വേണ്ടതെന്ന് വെച്ചാൽ 100 തൊട്ട് തുടങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് നമ്പർ 100 വേണം. എൻഡ് നമ്പർ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ അതിനൊരു പ്ലസ് നമ്മൾ ഇതായിരിക്കും സ്റ്റാർട്ട് നമ്പർ. അതായത് സ്റ്റാർട്ട് നമ്പർ ഇതും എൻഡ് നമ്പർ എന്ന് പറയുന്നത് 24 പ്ലസ് 100. ഇതായിരിക്കും എൻഡ് നമ്പർ. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു ലോജിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് 100 ആയിരിക്കും, ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ 124 ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് എവിടെയായിരുന്നു? ഒന്നുള്ളത് ഇപ്പോൾ 100, 100, 113, 100 ഉണ്ടോ? 100 ഏറ്റവും അവസാനത്തെ
123, 122, 118, 121. 123 ആയിരിക്കും ലാസ്റ്റ്. ഓക്കെ, 100 തൊട്ട് കാണുമ്പോൾ 123. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ സെലക്ഷൻ മോഡൽ എലിമെന്റ്സ് വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൗണ്ട് എടുത്തു. എത്ര എണ്ണമാണ്? ലിസ്റ്റ് ഡോട്ട് കൗണ്ട് എന്നുള്ള നോഡ് വെച്ചിട്ട് നമ്മൾ കൗണ്ട് എടുത്തു. അപ്പോൾ 24 എണ്ണമാണ്. പിന്നെ അത് നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ വേണ്ടത് 100 അപ്പോൾ 24 + 100 അതായിരിക്കും എൻഡ് വാല്യൂ. പിന്നെ സ്റ്റെപ്പ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് റേഞ്ച് എന്ന് പറഞ്ഞ നോഡാണ്. ഈ റേഞ്ച് എന്ന് പറഞ്ഞ നോഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലിസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ നമ്പറുകളാണ് നമുക്ക് ഈ പാരാമീറ്ററിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യേണ്ട ആ നോഡുകൾ വെക്കാൻ, ആ പാരാമീറ്റർ വാല്യൂസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഇൻറ്റിജർ വാല്യൂ നമുക്ക് ആ പാരാമീറ്ററിൽ അസൈൻ ചെയ്യാൻ പറ്റില്ല. അതൊരു സ്ട്രിംഗ് ആക്കി മാറ്റണം. അതിനാണ് സ്ട്രിംഗ് ഫ്രം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന നോഡ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മളിവിടെ 101 തൊട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ 201 തൊട്ടാണ് വേണ്ടതെന്ന് വെച്ചോ. വാല്യൂ മാറണുണ്ടോ നോക്കാം നമുക്ക്. 201 കൊടുക്കുമ്പോൾ ആണോ 224. ഇനി ജസ്റ്റ് നമുക്ക് 1000 ആക്കി മാറ്റാം. നോക്കാം. ഇതുണ്ടോ 1024, 1001, 1001 നമ്പറുകൾ ആഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് നമ്പർ ഏതെങ്കിലും പാരാമീറ്ററിലേക്ക് കണ്ടിന്യൂസ് നമ്പറുകൾ നമ്മൾ ഒരു ലോട്ട് ഓഫ് എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഡക്റ്റുകളോ പൈപ്പുകളോ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് നമ്പർ നമ്മൾ ഏതെങ്കിലും ഒരു പാരാമീറ്ററിൽ കണ്ടിന്യൂസ് നമ്പർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നോഡാണ്, ഈ ഒരു സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ സ്ക്രിപ്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ലോജിക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നതാണ്. വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.